ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം സൂക്ഷിച്ചു പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായ ഹജ്ജിനുള്ള അവസരം ലഭിച്ച ഹാജിമാർ കഴിഞ്ഞ ദിവസം അറഫയും കഴിഞ്ഞ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ അവശേഷിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ചൂടുപിടിച്ച ദിവസമാണ് ഹാജിമാർക്ക് ഇന്ന്. ഈ സന്ദർഭത്തിൽ ജീവിതത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായി ഹജ്ജ് നിർവഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജിന്റെ നിമിഷങ്ങളിൽ പങ്കുവച്ച ചരിത്രം ഇടം പിടിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന അവിടുത്തെ പല സന്ദർഭങ്ങളിലായുള്ള ഉപദേശങ്ങൾ, സഹാബത്ത് എടുത്തുദ്ധരിച്ച ആ ഒരു ഉപദേശങ്ങൾക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട്. കാരണം സഹാബത്തും നബിയും ഹജ്ജിലാണ്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് മടങ്ങവേ അവിടുന്ന് രോഗബാധിതനാവുകയും അവിടുത്തെ അവസാനത്തെ പ്രയാസങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഘട്ടമാണ്. ഉപദേശങ്ങളിലെ വിഷയങ്ങളാകട്ടെ കാലം എത്ര മുന്നോട്ട് ഗമിച്ചാലും കാലാനുവർത്തിയായി കാലത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഉപദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ പ്രവാചകൻ നടത്തിയ അവിടുത്തെ ഹജ്ജത്തുൽ വിദായിലെ വിവിധങ്ങളായ സമയത്ത് നൽകിയിട്ടുള്ള വസിയ്യത്തുകളെ നാം കേൾക്കുകയും ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, സഹാബത്തെ നിങ്ങൾ എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു കേൾക്കണം. സഹാബത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിളിച്ചു വരുത്തി. മാത്രവുമല്ല, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫ് അബദാ, ഇതേ പ്രദേശത്ത് ഇനി ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ സംഗമിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇതെന്റെ അന്ത്യോപദേശമാണ് എന്ന നിലക്ക് കൂടെ പറഞ്ഞതോടുകൂടെ അതിലേക്ക് ശ്രദ്ധ വരികയാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയിട്ടുള്ള നിരവധി ഉപദേശങ്ങൾ ഓർമ്മപ്പെടുത്തുകയും റിവായത്ത് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലമ്മ കാന ഫി ഹജ്ജത്തുൽ വദാഇ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ ഞങ്ങൾക്ക് മുമ്പിൽ എണീറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദൂ മിനൽ ഇൽമി ഖബ്ല അൻ യുഖ്ബദൽ ഇൽം വഖബ്ല അൻ യുർഫഅൽ ഇൽം, അറിവ് ഉയർത്തപ്പെടും മുമ്പ് നിങ്ങൾ ഇൽമു ശർഈ മതപരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കണം സ്വഹാബത്തെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആദ്യമായിട്ട് റസൂലുള്ളാഹ് നൽകിയ ഉപദേശം അൽ വസിയ്യത്തു ബിൽ ഇൽമി വൽ ഹസ്സി അലാ തഹ്സീലിഹാ, വിശുദ്ധ ഇൽമ് തഹ്സീലി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് നേടാനും അത് നുകരാനുമുള്ള പ്രചോദനവും പ്രേരണയും കൽപ്പനയുമാണ് അവിടുന്ന് കൊടുത്ത വസിയത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഒരു അറാബി എണീറ്റ് നിന്ന് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഞങ്ങൾ പഠിക്കുന്നു, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ സ്ത്രീകളും ഞങ്ങളുടെ കുട്ടികളും എല്ലാം ഞങ്ങളിൽ നിന്ന് ആ ഖുർആൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൈകളിൽ വ്യത്യസ്ത ഏടുകളിലായിക്കൊണ്ട് തോലുകളിലും അതുപോലെ തന്നെ കല്ലുകളിലും ഒക്കെയായിട്ട് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് ഉയർത്തപ്പെടുന്നത് എന്നൊരു അറാബി ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലപൊക്കുകയും അവിടുത്തെ മുഖം കോപം കൊണ്ട് ചുവക്കുകയും ചെയ്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹാദിഹിൽ യഹൂദു വൻ നസാറ ബൈന അദ്ഹുരിഹിമുൽ മസാഹിഫ് ലം യുസ്ബിഹു യതഅല്ലഖൂന ബിഹർഫിൻ മിമ്മാ ജാഅത്ഹും ബിഹി അംബിയാഉഹും. ഇതാ നിങ്ങളുടെ മുമ്പിൽ ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്, അവരുടെ കൈകളിൽ ഏടുകളുമുണ്ട്. പക്ഷെ അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു കാര്യം പോലും, ഒരു ഹർഫ് പോലും അവരവരുടെ ജീവിതത്തിൽ പകർത്തിയില്ല എന്നാണ് പറയുന്നത്. കമത്തലിൽ ഹിമാർ,
യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയായിരുന്നു അവരെന്ന് ഖുർആൻ അവരെ വർണ്ണിച്ചത്. എന്തുകൊണ്ടാണ്? അവർ ആ പ്രമാണത്തിനകത്തുള്ളത് പഠിച്ചില്ല, പഠിച്ചതവർ പ്രാവർത്തികമാക്കിയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൽമു ഉയർത്തപ്പെടുക എന്ന് വെച്ചാൽ വേദഗ്രന്ഥങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകാം, നിങ്ങളത് പാരായണം ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ആശയത്തെ നെഞ്ചോട് ചേർക്കാത്തൊരവസ്ഥയുണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൽമു പഠിച്ച് അത് പകർത്തണേ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ അവർക്ക് കൊടുത്ത ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തേത് മനുഷ്യർ തമ്മിലുള്ള ഹക്കിനെ ബോധ്യപ്പെടുത്തുന്ന ഉപദേശമാണ്. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. സ്വഹാബത്തെ, നിങ്ങൾ എവിടെയാണുള്ളത്? പരിശുദ്ധ മക്കയിലാണ്, കഅബയിലാണ്, അല്ലെങ്കിൽ പുണ്യമാക്കപ്പെട്ട ഹറമിലാണ്, അറഫ മൈതാനിയിലാണ്. നിങ്ങൾ ഏത് മാസത്തിലാണ്? ഏറ്റവും മഹനീയമായ ദുൽഹിജ്ജ മാസത്തിലാണ്. നിങ്ങൾ ഏത് ദിവസത്തിലാണ്? നിങ്ങളുള്ളത് അറഫ ദിവസത്തിലാണ്. എന്നാൽ ഈ ദിവസത്തിനും ഈ മാസത്തിനും ഈ പ്രദേശത്തിനുമുള്ള പവിത്രത എത്രയാണോ അതിനോളം പവിത്രമാണ് നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്. ഒരാളുടെയും രക്തം ചൊരിഞ്ഞുകൂടാ, ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതമുണ്ടായിക്കൂടാ, ഒരാളുടെയും സമ്പത്ത് അന്യായമായി കൈക്കലാക്കിക്കൂടാ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രദേശത്തിന്റെ, ആ മാസത്തിന്റെ, ആ ദിവസത്തിന്റെ മഹത്വത്തെ, പരിഭാവനതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ലക്ഷോപലക്ഷം വരുന്ന സഹാബത്ത് നബിയുടെ ഉപദേശത്തിന് കാതോർക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം പഠിപ്പിച്ച കാര്യം സമ്പത്തിന്റെയും അഭിമാനത്തിന്റെയും രക്തത്തിന്റെയും വിലയാണ്. ഈ കാലത്ത് 2025 പിറന്ന അന്ന് മുതൽക്ക് ഇന്നേ വരെ നാം കേട്ട എണ്ണമറ്റ കൊലപാതകങ്ങളെ നാം എത്ര വേദനയോടുകൂടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ കുറിച്ചുള്ള വസിയത്താണ് നൽകിയത്. ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാ വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നതാണ്. പിതാവിന്റെ കൈ പിടിച്ച് ഇവളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽക്ക് നമ്മുടെ ഇണകളുടെ ഉത്തരവാദിത്വം പടച്ചറബ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയ അമാനത്താണ്. മീസാഖൻ ഖലീല, ബലവത്തായ കരാറാണ്. പടച്ചറബ് സുബ്ഹാനഹു വ തആല അവരെ നിങ്ങൾക്ക് ഈ ഒരു വാക്കോടുകൂടെ, പടച്ചറബിന്റെ പേരിലുള്ള ഈ വാക്കോടുകൂടെ നിങ്ങൾക്ക് അവരുടെ ശരീരത്തെ അല്ലാഹു ഹലാലാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫത്തഖുല്ലാഹ ഫിന്നിസാ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യോപദേശമായി നൽകുകയാണ്. ഇവിടെ സ്ത്രീകൾക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നില്ലെന്ന് പറയുന്നവർ ഈ ഉപദേശം കണ്ടോ കണ്ടില്ലയോ എന്ന് നമുക്കറിയില്ല. ഇതിനോളം വലിയ മഹത്വം എവിടെയാണ് സ്ത്രീകൾക്ക് ലഭിക്കാനുള്ളത് എന്ന് ചിന്തിക്കേണ്ടതാണ്. സ്ത്രീകളോടുള്ള കടപ്പാടുകൾ പുരുഷന്മാരോട് പറയവേ സ്ത്രീകളോട് ഉപദേശിക്കാൻ പ്രവാചകൻ മറന്നില്ല. വലക്കും അലൈഹിന്ന അല്ലാ യുതിഅന ഫുറൂശകും അഹദൻ തക്റഹൂന ഫഇൻ ഫഅൽന ദാലിക ഫദ്രിബൂഹുന്ന ദർബൻ ഗൈറ മുബർരിഹിൻ വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. സ്ത്രീകളോടുള്ള ഉപദേശം, സ്ത്രീകൾ നിങ്ങൾക്ക് വെറുപ്പുള്ളവരെ നിങ്ങളുടെ ബെഡ്റൂമിൽ വിളിച്ചു വരുത്താൻ പാടില്ല. അതായത് അന്യ പുരുഷന്മാർക്കുള്ള ഇടമല്ല നിങ്ങളുടെ ബെഡ്റൂം. അത്തരം കാര്യത്തിൽ അവർക്ക് അബദ്ധം സംഭവിച്ചാൽ ഇസ്ലാം കൽപ്പിച്ചതുപോലെ കിടപ്പറയുമായിട്ട് അകന്നു നിൽക്കാനും അവരെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ശാസിക്കുവാനും അതിന്റെ പേരിൽ അവരെ പരിക്കില്ലാത്ത വിധം അവർക്ക് പണിഷ്മെന്റ് നൽകാനും ഒക്കെയുള്ള ബാധ്യത നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് എന്നാണ്. സ്ത്രീകളെ, നിങ്ങൾക്ക് പുരുഷന്മാരോടും കടപ്പാടുകളുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങളുടെ ഇണകൾക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വസ്ത്രവും എല്ലാം നിങ്ങളുടെ മേലുള്ള ബാധ്യതയാണ് എന്നാണ്. ഭാര്യയുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ട് അതുകൊണ്ടല്ല ഭാര്യയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടത്, മറിച്ച് എല്ലുമുറി അധ്വാനിച്ച് സ്വന്തം കൈകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് വേണം സ്വന്തം ഇണകൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നതുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിലേക്ക് നാം ചേർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇണകൾ തമ്മിലുള്ള അവകാശങ്ങളെ കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി അവിടുന്ന് ചെയ്തത് ജാഹിലിയത്തിലുള്ള എല്ലാവിധ ബാത്തിലായ കാര്യങ്ങളെയും
ദുർബലമാക്കുകയാണ്. അലാ ഇന്ന കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യതി തഹ്ത ഖദമൈ മൗദൂഅ, എല്ലാ ജാഹിലിയത്തിലെ സമ്പ്രദായത്തെയും എന്റെ കാലിന്റെ ചവിട്ടിൽ, എന്റെ കാലിന്റെ താഴെയിട്ട് ഞാൻ ചവിട്ടി മതിക്കുകയാണ്, കാലിനടിയിലാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദുർബലമായി പ്രഖ്യാപിക്കുകയാണ്. വദിമാഉൽ ജാഹിലിയ്യതി മൗദൂഅ, ജാഹിലിയത്തിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എല്ലാ രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പകയും അതിവിടെ ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ഒന്നാമതായി ദുർബലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്റെ കുടുംബക്കാരൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ മകൻ റബീഅ, അദ്ദേഹത്തിന്റെ പേരിലുള്ള രക്തത്തിനുള്ള പ്രതികാരം ഇതാ ഇവിടെ ദുർബലപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ്. ഇനി അത്തരം ഒരു തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ്. രണ്ടാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് റിബ, പലിശ. ആ പലിശാധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ഇടപാടുകളെയും ഇന്നത്തോടുകൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വഅവ്വലു റിബ അദഉ റിബാന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഇന്നഹും മൗദൂഉൻ കുല്ലു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ദുർബലപ്പെടുത്തുന്നത് തന്റെ കുടുംബക്കാരൻ, തന്റെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, തന്റെ പിതൃവിൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് ലഭിക്കാനുള്ള പലിശ ഇനി നിങ്ങൾ നൽകേണ്ടതില്ലെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മൂലധനവാൻ എന്താണോ നിങ്ങൾ കടമായി വാങ്ങിയത് അതാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത്, പലിശ നൽകേണ്ടതില്ല. പലിശ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രക്തത്തെ ചൊല്ലിയുള്ള കലഹങ്ങളും പ്രതികാരം വീട്ടാനുള്ള കണക്കുകളും അതിനുള്ള മുന്നൊരുക്കങ്ങളും ഇതോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. ഇനി സമാധാനകരമായ ജീവിതമാണ് ഉണ്ടാകേണ്ടത് എന്ന ഏറ്റവും വലിയ സമാധാന സമ്മേളനമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം ഇത്തഖുല്ലാഹ റബ്ബക്കും, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. തൽബിയത്ത് ചൊല്ലി ഹജ്ജിന് വേണ്ടി പരിശുദ്ധ ഹറമിൽ ഒരുമിച്ച് ചേർന്ന് അറഫ മൈതാനിയിൽ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് സഹാബത്തിനോട് പ്രവാചകൻ കൊടുത്ത ഉപദേശം, വിശ്വാസികളെ ഇത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. വസല്ലു ഖംസക്കും, 5 നേരം നിങ്ങൾ നമസ്കരിക്കണം. വസൂമു ശഹ്റക്കും, നിങ്ങൾ റമദാനിൽ നോമ്പ് നോൽക്കണം. വഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ സക്കാത്തിന്റെ കണക്ക് നോക്കി, സമ്പത്തിന്റെ സക്കാത്ത് കണക്ക് നോക്കി നിങ്ങൾ നൽകണം. വഅതീഉ ദാ അംരിക്കും തദ്ഖുലുൽ ജന്നത റബ്ബക്കും, നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ചുമതല ആർക്കാണോ ഉള്ളത് അവരെ നിങ്ങൾ അനുസരിക്കുകയും വേണം. പടച്ച റബ്ബിനെ സൂക്ഷിക്കണം, 5 നേരം നിസ്കരിക്കണം, റമദാനിൽ നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, നേതൃത്വത്തെ അനുസരിക്കുകയും വേണം. എന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ സമാധാനത്തോടുകൂടെ പോകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള 5 നിർബന്ധ കാര്യങ്ങളെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് ഈ ഹജ്ജത്തുൽ വിദാഇലാണെന്ന് മഹാനായ സ്വഹാബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. സഹോദരന്മാരെ, ആറാമതായി റസൂലുള്ളാഹി കൊടുത്ത ഉപദേശം അസ്സംഉ വത്വാഅ ലിമൻ വലിയ അംറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ചുമതലയുള്ള ആളുകളെ, ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം എന്നതാണ്. ഫസ്മഉ ലഹു വഅതീഉ, നിങ്ങൾ അവരെ കേൾക്കണം, നിങ്ങൾ അവരെ അനുസരിക്കണം. അല്ലാഹുവിന്റെ ദീൻ പാലിച്ചുകൊണ്ട് അവർ നിങ്ങളെ നയിക്കുന്ന കാലമത്രയും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 7ാമത്തെ വസിയത്തായിട്ട് അവിടുന്ന് കൊടുത്തത് ഈ ദീൻ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നാണ്. നദറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവആഹാ തുമ്മ അദ്ദാഹാ ഇലാ മൻ ലം യസ്മഅഹാ, ഈ ഉപദേശത്തെ, ഈ ദീനിനെ എന്നിൽ നിന്ന് കേൾക്കുകയും അത് അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രബോധന പ്രവർത്തനം നിർവഹിക്കുകയും ചെയ്യുന്ന പ്രബോധകന്മാരെ നദറല്ലാഹു റഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രകാശം നൽകും. അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പാരത്രികമായിട്ടും ഭൗതികമായിട്ടും അവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ദഅവത്തിനെ കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുത്ത ഉപദേശം. 8ാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം ഹദീസിൽ കാണാം. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു അവിടുന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറയാ, സലാത്തുൻ ലാ യുഗില്ലു അലൈഹിം ഖൽബുൽ മുഅ്മിൻ ഇഖ്ലാസുൽ അമലി വൻ നസീഹത്തു ലിവലിയിൽ അംരി വലുസൂമുൽ ജമാഅത്തി
ജമാഅത്തി, 3 കാര്യത്തിൽ മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും വഞ്ചിതനാകരുത്. 3 കാര്യം നിങ്ങൾ കരസ്ഥമാക്കണം. 1, ഇഖ്ലാസുൽ അമൽ, ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ആളുകളുടെ ശ്രദ്ധ പിടിക്കാനല്ല, ആളുകളുടെ ഇടയിൽ അറിയപ്പെടാനല്ല, പടച്ച റബ്ബേ നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് നിർവഹിക്കുന്നത് എന്ന ആ ഒരു ഇഖ്ലാസ് നിങ്ങൾ കൈക്കലാക്കണം. വനസീഹത്തുൽ വലിയിൽ അംരി, നിങ്ങളുടെ കൈകാര്യം നിർവഹിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് നസീഹത്ത് ഉണ്ടാകണം. വലുസൂമുൽ ജമാഅത്തി, ശരിയായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാലം മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ഭിന്നതകൾ ഉണ്ടാകും. ആ ഭിന്നതകളെ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ അൽ ജമാഅത്തിന്റെ കൂടെ നിങ്ങൾ ചേരണം. ഏതാണ് അൽ ജമാഅ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലക്കാണോ ദീനിന്റെ വിശ്വാസത്തെ, കർമ്മത്തെ, ആചാരങ്ങളെ കണ്ടത് അതുപോലെ കാണുന്ന അൽ ജമാഅത്തിന്റെ കൂടെയാണ് നിങ്ങൾ ചേരേണ്ടതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ജന്മദിനാഘോഷം കടന്നു വരുമ്പോൾ അവിടെ ഉയർന്നു പൊങ്ങുന്ന ചോദ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിരുന്നോ, സ്വഹാബത്ത് ചെയ്തിരുന്നോ എന്നാണ്. മിഅ്റാജ് നോമ്പ് വരുമ്പോൾ അവിടെ ഉയർന്നു വരുന്ന ചോദ്യം അള്ളാഹിന്റെ പ്രവാചകൻ നോറ്റിരുന്നോ, സ്വഹാബത്ത് നോറ്റിരുന്നോ എന്നാണ്. അവർ നോൽക്കാത്തത്, അവർ ചെയ്യാത്തത്, അവർ വിശ്വസിക്കാത്തത്, അവർ പഠിപ്പിക്കാത്തത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനല്ല. അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഹ്ലുസ് സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള കൽപ്പന നൽകാതെ പോയില്ല. ഒമ്പതാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ജനങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ തഖ്വയുള്ളവനാണ്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ ഇല്ലാ ബിത്തഖ്വ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറ, ജനങ്ങളെ നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അതുകൊണ്ട് തന്നെ അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, ചുവന്നവന് കറുത്തവനേക്കാളോ, കറുത്തവന് ചുവന്നവനേക്കാളോ യാതൊരു വ്യത്യാസവുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. എല്ലാ തരത്തിലുമുള്ള മനുഷ്യർ ഉണ്ടാക്കിയ അതിർവരമ്പുകളെ, വർഗീയതകളെ, വർണ്ണത്തിന്റെ, ജാതിയുടെ, ഭാഷയുടെ, ദേശത്തിന്റെ പേരിൽ മനുഷ്യൻ തീർത്ത അതിർവരമ്പുകളെ പിച്ചിച്ചീന്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, സാഹോദര്യത്തിന്റെ വിളംബരം, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വിളംബരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇൽ അവിടുന്ന് നടത്തിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? മൻ അമിനഹു നാസു അല അംവാലിഹിം വ അൻഫുസിഹിം, ഇവൻ എന്റെ സമ്പത്ത് വിടുങ്ങും, ഇവൻ എന്നെ കൊല്ലും എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ഭയക്കുന്നില്ലെങ്കിൽ നാം ആണ് മുഅ്മിൻ. മൻ, ആരാണ് മുസ്ലിം? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ യദിഹി, ആരുടെ കയ്യിൽ നിന്നാണോ ജനങ്ങൾ മുക്തമാകുന്നത്, ആരുടെ നാവിൽ നിന്നാണോ ജനങ്ങൾ സേഫ് ആകുന്നത്, അവനാണ് മുസ്ലിം. വൽ മുജാഹിദ്, ആരാണ് മുജാഹിദ്? മൻ ജാഹദ നഫ്സഹു ഫി ത്വാഅത്തില്ലാഹ്, സ്വന്തം നഫ്സുമായിട്ട് സമരപ്പെട്ട് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാകുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുജാഹിദ്. വൽ മുഹാജിർ, ആരാണ് ഹിജ്റ പോയവൻ? മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, ആരാണോ പാപങ്ങളെയും തിന്മകളെയും വെടിഞ്ഞത് അവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹാജിർ, ഹിജ്റ പോയവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജിന്റെ ദിനങ്ങളിൽ സഹാബത്തിന് കൊടുത്ത 10ാമത്തെ ഉപദേശമാണ്. 11ാമത്തേത് നമുക്ക് കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ മഹത്വം എത്രത്തോളമാണെന്നും ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുതേ എന്ന ആ ഒരു ഉപദേശവും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം കൊടുത്ത ഉപദേശങ്ങളിൽ അയ്യാമുത്ത തശ്രീഖിൽ റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഖുതുബ നടത്തി എന്ന് സ്വഹാബി ഉദ്ധരിക്ക് നമുക്ക് കാണാൻ സാധിക്കും. 12ാമത്തെ കാര്യം, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകും, നിങ്ങൾക്കിടയിൽ വ്യത്യസ്ത ബിദ്ഈ കക്ഷികൾ തലപൊങ്ങും. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ഫീഹി കിതാബല്ലാഹ്, നിങ്ങൾക്ക് ഞാനിതാ ഏറ്റവും നല്ല ഒരു മാർഗം, രക്ഷയ്ക്കുള്ള മാർഗം, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ തെറ്റുകയില്ല. അതെന്താണ്? അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ്. എന്നെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് പറയും? സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വ അദ്ദൈത വ നസഹത, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ പറയും, താങ്കൾ ഈ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു, താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, താങ്കൾ ഞങ്ങളോട് ഏറ്റവും നല്ല ഗുണകാംക്ഷ കാണിച്ചു എന്ന് നിങ്ങൾ പറയും. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്,
അല്ലാഹുമ്മ ഷദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതാ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി വ്യക്തമാണ്, നരകത്തിലേക്കുള്ള വഴി വ്യക്തമാണ്, എല്ലാം റസൂലുള്ള എത്തിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയാണ് ഖുർആനിലും സുന്നത്തിലും ഉള്ളത്. നിങ്ങൾ അതിനെയാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 13ാമത്തെ സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, കുടുംബത്തെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ റസൂലുള്ള കൽപ്പിച്ചു. ഉമ്മക വ അബാക വ ഉഖ്തക വ അഖാക സുമ്മ അദ്നാക. നീ നിന്റെ ഉമ്മയെ, നിന്റെ ഉപ്പയെ, നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ, പിന്നെ ഏറ്റവും അടുത്തവരെ നീ പരിചരിക്കണമെന്ന് ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉപദേശം നൽകിയെന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പിശാചിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി 14ാമത്തേതായിട്ട്. ഇതാ ഈ ഭൂമിയിൽ പിശാച് ആരാധിക്കപ്പെടുന്നതിൽ അവൻ നിരാശനായിരിക്കുന്നു. കാരണം ശിർക്ക് മാറി തൗഹീദ് സംസ്ഥാപിക്കപ്പെടുകയുണ്ടായി. പക്ഷേ പിശാച് ഒരു കാര്യത്തിൽ സംതൃപ്തി അടയും. അതെന്താണ്? പാപങ്ങളിലൂടെ ആളുകളെ വഴിതെറ്റിക്കാൻ പിശാച് സന്നദ്ധമാകുമെന്നും അതിലൂടെ അവൻ തൽക്കാലം സംതൃപ്തി അടയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പിശാചിന്റെ തന്ത്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 15ാമതായിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾക്ക് അർഹമായതേ നിങ്ങൾ നിങ്ങളിലേക്ക് ചേർക്കാവൂ. അലാ വമനി ദആ ഇലാ ഗൈരി അബീ ഔ തവല്ല ഗൈറ മവാലി റഗ്ബതൻ അൻഹും ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം, മലക്കുകളുടെ ശാപം, എല്ലാറ്റിന്റെയും ശാപം കിട്ടും നിങ്ങളുടെ പിതാവല്ലാത്തവരിലേക്ക്, നിങ്ങളുടെ യജമാനനല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞ് അവരുടെ സമ്പത്ത് കൂടെ കൈക്കലാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അനന്തരം നേടിയെടുക്കാൻ കാണിക്കുന്ന കള്ളക്കളികൾക്കെതിരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രത പാലിക്കാൻ പറയുകയും സ്വന്തം പിതാവിലേക്ക് മാത്രം ചേർത്തി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 16ാമതായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദുനിയാവിന്റെ നശ്വരതയെ കുറിച്ചാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറഫയിൽ നിൽക്കുകയാണ്. ഫനദറ ഇല ശംസ്, അദ്ദേഹം സൂര്യനെ നോക്കി. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, എന്താണ് താങ്കൾ മുമ്പെല്ലാം ഇവിടെ നിന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും താങ്കൾ കരഞ്ഞില്ലല്ലോ, എന്താ ഇപ്പോൾ കരയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, പ്രവാചകന്റെ കൂടെ ഈ അറഫയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തമിക്കാനിരിക്കുന്ന സൂര്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നഹു ലം യബ്ഖ മിൻ ദുനിയാകും ഫീമാ മദാ മിൻഹാ ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ ഫീമാ മദാ മിൻ. ജനങ്ങളെ, നിങ്ങളുടെ ദിവസങ്ങളിൽ, നിങ്ങൾക്കിനി ജീവിക്കാനുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ധാരാളമൊന്നുമില്ല. അസ്തമയം കാത്തിരിക്കുന്ന ഈ ദിവസത്തിൽ ഇനി എത്ര ബാക്കിയുണ്ടോ അത്രമാത്രമാണ് നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നും ആരാധനയുടെ പേരിൽ പോലും ആവേശം കയറിയിട്ട് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കരുതെന്നും റസൂലുള്ളാഹി പറഞ്ഞു. അയ്യുഹന്നാസ് അലൈക്കും ബിസ്സകീന, ജനങ്ങളെ, ജംറയിൽ കല്ലെറിയുമ്പോൾ നിങ്ങൾ പരസ്പരം തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കരുത്. നിങ്ങളുടെ തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും എറിയാൻ പറ്റുന്ന അത്ര ചെറിയ കല്ലുകൾ കൊണ്ട് മാത്രമേ നിങ്ങൾ ജംറയിൽ എറിയേണ്ടതുള്ളൂ. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ലാ യഖ്തുൽ ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യരുത്. നിങ്ങളുടെ ഒരു ശ്രമം മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സകീന, സമാധാനം നൽകണം, സമാധാനമുള്ളവരായി ജീവിക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപദേശിക്കുകയാണ്. 18ാമതായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം ദജ്ജാലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഉമ്മതഹു വൻദറഹു നൂഹു വൻ നബിയ്യൂന മിൻ ബഅദി വ ഇന്നഹു യഖ്റുജു ഫീകും. എല്ലാ നബിമാരും മസീഹു ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ നിങ്ങൾക്ക് അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. അവൻ അഅ്വറാണ്. നിങ്ങളുടെ റബ്ബ് ഒരിക്കലും അഅ്വറല്ല, ഒറ്റക്കണ്ണനല്ല. അവൻ ഒരിക്കലും ഇത്തരത്തിലുള്ള കോങ്കണ്ണനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും മസീഹു ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ കാലത്തിന്റെ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും അവസാനം ബാധിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണല്ലോ മസീഹു ദജ്ജാൽ. ആ മസീഹു ദജ്ജാലിന്റെ ഫിത്ന എപ്പോൾ കടന്നു വരും? മിമ്പറുകളിൽ വെച്ച് മസീഹു ദജ്ജാലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് മസീഹു ദജ്ജാൽ വരിക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവസാനത്തെ നിമിഷത്തിലും ഈ വലിയൊരു ഫിത്നയെ കുറിച്ച് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 19ാമതായി റസൂലുള്ളാഹി നൽകിയ ഉപദേശം, അലാ ഇന്നമാ ഹുന്ന അർബഉൻ അല്ലാ തുശ്രികു ബില്ലാഹി ശൈആ വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ തസ്നൂ വലാ തസ്രിഖൂ. 4 പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ജാഗ്രത കാണിക്കണം.
ഒന്ന്, പടച്ചറബിൽ ഒന്നിനെയും നിങ്ങൾ ശിർക്ക് വെക്കരുത്, ഒരു നഫ്സിനെയും നിങ്ങൾ കൊന്നുകളയരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ മോഷണം നടത്തരുത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹ് വൻ പാപങ്ങളെ മുന്നറിയിപ്പ് നൽകുകയാണ്. 20-ാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇൽ കൊടുത്ത ഉപദേശം, അലാ ഇന്നൽ മുസ്ലിം അഖുൽ മുസ്ലിം, മുസ്ലിമീങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. പരസ്പരം വാശിയും വൈര്യവും മൂത്ത് നിങ്ങൾക്ക് പരസ്പരം വിഭാഗീയതയുണ്ടാകരുത്. സ്നേഹത്തോടെ ഐക്യത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു മുസ്ലിമിന്റെ കൈക്കലുള്ളത് അന്യായമായി നിങ്ങൾ ഒരിക്കലും കൈയാളാൻ വേണ്ടിയിട്ട്, കൈക്കലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് പരസ്പരമുള്ള സാഹോദര്യം, സമൂഹത്തിന്റെ സമാധാനം, പരസ്പരമുള്ള ഐക്യം, അങ്ങനെ തുടങ്ങി വിശ്വാസത്തെയും കർമ്മത്തെയും പെരുമാറ്റത്തെയും എല്ലാറ്റിനെയും ചൂഴ്ന്നു കിടക്കുന്ന ഒരു പിടി ബൃഹത്തായ ഉപദേശങ്ങൾ നൽകിയിട്ടാണ് നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തേതും ആദ്യത്തേതുമായ അവിടുത്തെ ഹജ്ജ് പൂർത്തീകരിച്ചത്. ഈ ഉപദേശങ്ങളെ നെഞ്ചേറ്റുവാനും അത് പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകുവാനും ശ്രദ്ധയോടുകൂടെ മരണം വരെ ജീവിതത്തെ വിശുദ്ധിപ്പെടുത്തി മുന്നേറാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ബലിപെരുന്നാളിന്റെ തൊട്ടുചാരത്ത് നാം എത്തിയിരിക്കുകയാണ്. ഇന്ന് നാം അറഫയുടെ വ്രതവിശുദ്ധിയിലാണുള്ളത്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തിന്, ആ ഒരു ഇബാദത്തിന് പരിപൂർണമായ പ്രതിഫലം നൽകുകയും കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. ഈദിന്റെ ആദാബുകളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സന്തോഷത്തിന്റെ സുദിനമായ ഈദ് അത് അദ്ഹയാകുമ്പോൾ കൂടുതൽ തക്ബീറാത്തുകൾക്ക് മഹത്വമുള്ള സമയമാണ്. സ്വഹാബത്ത് ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈദിന്റെ സുദിനങ്ങളിൽ പരമാവധി അയ്യാമുത്ത് തശ്രീഖിന്റെ 3-ാമത്തെ ദിവസത്തെ അസറിന്റെ ജമാഅത്തിന് ശേഷം വരെ നമുക്ക് തക്ബീറാത്തുകളുണ്ട്. ആ തക്ബീറിനെ വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ 7 മണിക്കാണ് നമ്മുടെ നമസ്കാരം നമ്മൾ നിശ്ചയിച്ചത്. വളരെ നേരത്തെ തന്നെ വൃത്തിയോടെ ശുദ്ധിയോടെ സുന്നത്തായ കുളി നിർവഹിച്ച് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും വൃത്തിയും വെടിപ്പും ദീന് പാലിച്ചുകൊണ്ടുമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് ഈദിന്റെ ദിവസത്തിൽ അത്തർ പൂശുന്നത് പ്രത്യേക സുന്നത്താണ്. വായ വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ കുളിക്കുന്നതുമൊക്കെ സുന്നത്തായി പരിചയപ്പെടുത്തിയ കാര്യമാണ്. കൂട്ടുകുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, ഈദിന് വേണ്ടിയിട്ട് ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുന്നത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. 2 വഴികൾ സ്വീകരിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനും പോകാനുമെന്ന് അറിയാം. ഈദുൽ ഫിത്റിന് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലേക്ക് പോയിരുന്നത്. എന്നാൽ ഈദുൽ അദ്ഹയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഭക്ഷണം കഴിക്കാതെ വരികയും നേരത്തെ നമസ്കാരവും ഖുത്ബയും തീർത്ത് ബലി നടത്തി ആ ബലിമാംസം വേവിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ആദ്യ ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ബലികർമ്മങ്ങൾ വൈകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ വരിക എന്ന ആ ഒരു സുന്നത്ത് പാലിക്കാൻ സാധിക്കും. പിന്നെ അറുത്തതിൽ നിന്ന് കഴിക്കുക എന്നത് അത് അറുത്തവർക്കുള്ള പ്രത്യേക സുന്നത്ത് മാത്രമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വരികയും നമസ്കാര ശേഷം ഖുത്ബയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്ന സുന്നത്ത് പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നേരത്തെ എത്തിപ്പെടാനും നമസ്കാരം അതിനുശേഷം റസൂലുള്ളാഹി സുന്നത്തായി പഠിപ്പിച്ച ആ ഒരു ഖുത്ബയും ശ്രദ്ധയോടുകൂടെ കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട്. ആ സമയത്തൊരു വെപ്രാളം നമുക്ക് ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഇതെല്ലാം പ്രതിഫലം കിട്ടുന്ന ഒരു ആരാധനയാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന പ്രാർത്ഥനാ വാചകങ്ങളായിരുന്നു സ്വഹാബത്ത് കൈമാറിയിരുന്നത്. അതല്ലാത്ത ആശീർവാദ വാക്കുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈദ് മുബാറക്ക് പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ചില സഹാബത്ത് ഞാനായിട്ട് അങ്ങോട്ട് ഈദ് മുബാറക്ക് പറയാറില്ല എന്നും, ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയും. കാരണം ഇങ്ങോട്ട് തഹിയ്യത്ത് നടത്തിയാൽ ഏറ്റവും
ഏറ്റവും നല്ല നിലക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് ഖുർആന്റെ കൽപ്പനയുണ്ടല്ലോ എന്ന് പറയുകയും ഞാനായിട്ട് പറയാറുള്ളത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ് എന്നും സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പരസ്പരം സ്നേഹം പങ്കുവെക്കാനും കുടുംബ സന്ദർശനങ്ങളും മറ്റുമെല്ലാം നടത്തുവാനും ഒക്കെ ഈ ഒരു സമയത്തെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബലികർമ്മമാണ് നമുക്ക് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിക്ക് നിയ്യത്താക്കി എല്ലാവർക്കും അതിന്റെ പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു കർമ്മത്തിൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഭാഗമാകാം. കുറച്ച് ഒരു പിടി ഭാരമുള്ള പണികളാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അത് വിതരണം ചെയ്യലും, അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഏൽമാലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് അധ്വാനമുള്ള പണിയാണ്. അപ്പോൾ എല്ലാവരും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു പണിയിലും മറ്റുമൊക്കെ സഹകരിക്കാനും അത് അതിന്റെ ആളുകളിലേക്ക് എത്തിക്കുവാനും വിതരണം ചെയ്യുവാനും വരാനും മറ്റൊന്നും സാധിക്കാത്ത ബലഹീനരായ ആളുകളിലേക്ക് അത് എത്തിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പാവങ്ങളിലേക്ക് ആ ഒരു മാംസം എത്തേണ്ടതുണ്ട്. അറുത്തവര് അതിൽ നിന്ന് കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതര മതസ്ഥരായ നമ്മളുമായി സഹകരിച്ച് നമ്മളുമായിട്ട് സാഹോദര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഇതര മതസ്ഥർക്കും അതിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ പാതകവും ഒരു കുറ്റവുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് ആ മാംസത്തെ അനാദരിക്കുകയില്ല, അതിന്റെ പേരിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, ആ മാംസം വൃത്തിഹീനമാക്കുകയോ അത് വേസ്റ്റാക്കി കളയുകയോ ചെയ്യില്ല എന്നുറപ്പുള്ള അത് കഴിക്കുന്ന ആളുകളിലേക്ക് നമുക്കത് എത്തിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയാസവുമില്ലെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾക്കെങ്കിലും ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന കാര്യത്തിന്റെ ചില സ്വാധീനങ്ങളുണ്ട്. കാരണം പലസ്തീനിലൊക്കെ പട്ടിണി കിടക്കുമ്പോൾ നമ്മളിവിടെ അറുത്തിട്ട് വയറുമുട്ടം കഴിക്കാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാമു തശ്രീക്കിനെ വിളിച്ചത് അയ്യാമുൽ അക്ലി വശുർബ് എന്നാണ്. നമുക്ക് കഴിക്കാനുള്ള ദിവസമാണ്. അള്ളാഹ് അനുവദിച്ചു തന്ന കാര്യത്തെ ഹറാമാക്കാൻ ആർക്കാണ് ഇവിടെ അനുവാദമുള്ളത്? പലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സഹായം ചെയ്യാം. അതിനർത്ഥം ബാക്കിയെല്ലാം നമ്മൾ ഒഴിവാക്കണം എന്നാണ്? ഒരിക്കലുമല്ല. അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ ഒരിക്കലും നമ്മൾ അത്തരത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ബലികർമ്മം തന്നെ ഇല്ല എന്ന് പറയുന്ന ചില വിവരദോഷികളുടെ വീഡിയോസും മറ്റുമൊക്കെ എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളോട് പറയാനുള്ളത്, വിവരമില്ലാത്തവൻ എന്തെങ്കിലും പറയുന്നത് കേട്ട് അതാണ് ദീനെന്ന് തെറ്റിദ്ധരിക്കരുത്. പച്ച മലയാളത്തിൽ അമാനിമയുടെ തഫ്സീറെങ്കിലും എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ ദീനിലുള്ളതാണെന്ന്. മനസ്സിലായി? ഇബ്രാഹിം നബിന്റെ കഥ വായിച്ചാൽ തന്നെ അറിയില്ലേ, ഇസ്മായിലിനെ അറുക്കാൻ നിൽക്കുമ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കേണ്ടതിലൊക്കെ സദ്ദഖ്ത റുഅ്യ, ആടിനെ അറുത്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ബലി എന്നല്ല എന്ന് പറയാൻ എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് വിവരക്കേട് മുഖമുദ്രയായി സ്വീകരിക്കുന്ന ചില പുത്തനാശയക്കാർ, അവരാണ് ഒരു വികസന മാറുന്ന കാലത്തിന് പറ്റി ഇസ്ലാമിന്റെ ആൾക്കാരെന്നാണ് അവരുടെ ഒരു പുതിയ വ്യാഖ്യാനം. എല്ലാ മതവും സത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വേഷം കെട്ടി വരുന്ന ആൾക്കാരുടെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നമ്മൾ ഒരിക്കലും വീണു പോകരുത്. ഇസ്ലാമിലുള്ള കാര്യം ഇസ്ലാമിലുള്ളതായി അംഗീകരിക്കാനും അത് അഭിമാനത്തോടുകൂടെ ചെയ്യാനും സന്തോഷത്തോടുകൂടെ ബലിപെരുന്നാളിനെ നോക്കിക്കാണാനും ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനും പറ്റണം. നമുക്ക് പറയാലോ, അതായത് ഒരു പുതുവത്സരം, ഒരു ഓണം, ഒരു ക്രിസ്മസ്, ഇതൊക്കെ വരുമ്പോ ഏറ്റവും സന്തോഷം മാപ്പിളാർക്കാണ്. എന്നാ പെരുന്നാൾ വരുമ്പോ ഓലെ മുഖത്തൊരു വെളിച്ചോ ഒരു തെളിച്ചോ ഒന്നും കാണാതെ അല്ലെ, പെരിയിലാരോ മരിച്ച പോലെയാണ് റോഡ് സൈഡിലെ ഏർമാടത്ത് കയറി ഇങ്ങനെ കുത്തിരിക്കും, കാലുവാട്ടി. ഓർക്കൊന്നും ചെയ്യാല്ല പെരുന്നാൾക്ക്. മറ്റേതെങ്കിലും ആഘോഷമായിരുന്നു നമുക്ക് അടിപൊളിയാക്കായിരുന്നു എന്നാണ് അവരുടെ ഒരു വാദം. സുഹൃത്തുക്കളെ, അള്ളാഹ് നമുക്ക് അനുവദിച്ച രണ്ട് ആഘോഷമാണ്. ആ ആഘോഷത്തെ നമ്മൾ ആ ഒരു നിലക്ക് നന്മയിലൂടെ സന്തോഷിക്കാനും നന്മയിലൂടെ ആഘോഷിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ കൂട്ടിയിട്ട് മ്യൂസിക്കും മറ്റു തോന്നിയാസങ്ങളൊന്നും ഇല്ലാത്ത നിലക്കുള്ള പരിപാടികളും മറ്റൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അതിലൊന്നും തടസ്സങ്ങളില്ല. വ്യത്യസ്ത വഴികളിലൂടെ വരാൻ പറഞ്ഞത് ആ വഴികളിലുള്ള ആൾക്കാർക്കൊക്കെ സലാം കൊടുക്കാനും ഈദിന്റെ ആശംസ അറിയിക്കാനും ഒക്കത്തിനും വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ബലി കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാവുക. അത് ആ ഒരു മാംസം കഴിക്കുന്നത് നമുക്ക് ആ ഒരു തൃപ്തിയോടുകൂടെ തന്നെ കഴിക്കാം. നമുക്കത് കഴിക്കാം. ചില ആൾക്കാർ പറയും ഫ്രിഡ്ജ് കയറ്റി വെക്കാം. ഫ്രിഡ്ജ് കയറ്റി വെക്കാം, എടുത്തു വെക്കാം. റസൂൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തു വെക്കാം, ഉണക്കി സൂക്ഷിച്ച് പിന്നീട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. തിന്നാനും പെർമിഷൻ ഉണ്ട്, എടുത്തു വെക്കാനും പെർമിഷൻ ഉണ്ട്, കൊടുക്കാനും പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് തലയും വാലും അറിയാതെ എന്തെങ്കിലും ഒന്നും പറയുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകരുത്. പരമാവധി നമ്മൾ ഈ ഒരു സുദിനത്തെ ഹലാലായ കാര്യങ്ങളിലൂടെ
ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകളും ടൂറുകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ടൂർ ആകാവുന്നതാണ്. നല്ല വസ്ത്രം എന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ ദീനീയായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ ധരിക്കുന്നത്. ഇപ്പൊ പുതിയ ഫാഷൻ എന്ന് പറഞ്ഞാൽ ചെവിമ വലിയൊരു സാധനം ഇട്ടിട്ട് ചെവി പുറത്ത് കാണിക്കുക എന്നുള്ള ഇപ്പൊ പുതിയ മോഡല്. ഓരോ മോഡൽ ഇങ്ങനെ മാറി വരികയാണ്. മോഡൽ എന്തോ ആയിക്കോട്ടെ, അതിനനുസരിച്ച് പോകാനുള്ള ഞമ്മക്കൊരു മോഡലുണ്ട്, അത് ഇസ്ലാമിക് മോഡലാണ്. ആ മോഡലിലാണ് നമ്മൾ പോകേണ്ടത്. ഒരു പെൺകുട്ടിയുടെ ചെവി പുറത്ത് കാണിക്കാൻ പാടില്ലാത്തതാണ്, മുടി പുറത്ത് കാണിക്കാൻ പാടില്ലാത്തതാണ്, അവരുടെ ഔറത്ത് മുഴുത്തോ തെളിഞ്ഞോ പച്ചയായിട്ടോ പുറത്ത് കാണാൻ പാടില്ലാത്തതാണ്. അത് അഭിമാനത്തോടെ, ഞാനൊരു മുസ്ലിമാണ്, അഭിമാനത്തോടെ ഞാനത് പാലിക്കുമെന്ന നിലക്ക് നമുക്ക് പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പടച്ചറബ് അനുവദിച്ച ഈ ഒരു ആഘോഷത്തെ ആ ഒരു നിലക്ക് തന്നെ നമ്മൾ നോക്കി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തുണയേകുമാറാവട്ടെ. ഹ്രസ്വമായ ഈ ഭൗതിക ജീവിതം കൊണ്ട് അന്ത്യമില്ലാത്ത, അവസാനമില്ലാത്ത, മരണമില്ലാത്ത പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ അല്ലാഹു നമുക്കെല്ലാം തുണയേകുമാറാവട്ടെ. പടച്ചറബ് നമുക്ക് നൽകിയ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും അല്ലാഹു ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നമുക്ക് എളുപ്പം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഫലസ്തീനിലും മറ്റുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. മനുഷ്യരെ കൊന്നും കൊലവടിച്ചും അവരുടെ രക്തം കണ്ട് ആനന്ദിച്ചും നടക്കുന്ന ലോകത്തുള്ള മുഴുവൻ തീവ്രവാദ, ഭീകരവാദ, മനുഷ്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടേതായിട്ടുള്ള അവർക്കർഹിക്കുന്ന തിരിച്ചടി നൽകുമാറാവട്ടെ. അവരുടെ എല്ലാ തന്ത്രങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ഈ രാജ്യം ഇത് നൽകുന്ന ആ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇതിന്റെ ഭരണഘടനയെ ഒരു മാറ്റത്തിരുത്തലുകളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാവട്ടെ. അതിനോട് കൂറും ബഹുമാനവുമുള്ള ഭരണകൂടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.